എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ ആനക്കൂവ എന്ന സസ്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാവുന്നതുപോലെ നല്ലൊരു ഔഷധ സസ്യമാണ്. അതോടൊപ്പം ഉദ്യാന സസ്യവും അലങ്കാര സസ്യവും കൂടിയാണ് ആനക്കൂവ. ഇവനെ ചണ്ണക്കൂവ, വെൺകൊട്ടം, മലവയമ്പ്, ക്രേപ്പ് ജിഞ്ചർ, ഇൻസുലിൻ ചെടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപായ ഗ്രേറ്റർ സുണ്ട ദ്വീപാണ് ഈ സസ്യത്തിൻ്റെ ശരിക്കുള്ള ജന്മദേശം. കോസ്റ്റസ് ജനുസിൽ പെടുന്നവനാണ് ഇവൻ. നല്ല കരിമ്പച്ച നിറത്തിലുള്ള ഇലകൾ, ഇലകൾക്ക് നടുവിലായിട്ട് നല്ല ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള പൂക്കൾ, ആ പൂക്കളുടെ നടുവിലായിട്ട് നല്ല മഞ്ഞ പിടിച്ച ഭാഗം, അതിന് ചുറ്റും മെറൂൺ കളറിലുള്ള പൂവിനോട് ചേർന്നുള്ള ഭാഗം എല്ലാം കൂടെ കാണാൻ നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോൾ കേരളത്തിലെ അർദ്ധഹരിത വനങ്ങളിലും നിത്യഹരിത വനങ്ങളിലുമാണ് ധാരാളമായിട്ടും കാണപ്പെടുന്നത്. ഇവയുടെ പച്ചിലകൾ ചെടിത്തണ്ടിൽ സ്പൈറൽ രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെടിയുടെ തണ്ടിൽ നിന്നും ഇലകൾ സ്പൈറൽ ആകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ വലിയ വലിയ വെളുത്ത പൂക്കളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പൂക്കളുടെ അരികുകൾ ശരിക്ക് ക്രേപ്പ് പേപ്പർ പോലെ കാണപ്പെടുന്നത് കൊണ്ട് പൂക്കളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്രേപ്പ് പേപ്പറിൻ്റെ ക്രേപ്പ് എന്ന പദവും, അതേപോലെ ചെടിയുടെ മുകുളങ്ങൾ ഇഞ്ചി പോലെ ധാരാളം മുകുളങ്ങൾ ഇതിൻ്റെ മുളയിൽ നിന്ന് വരാറുണ്ട്, വേരിൻ്റെ മുളയിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ജിഞ്ചർ എന്ന പദവും കൂടെ ചേർത്ത് ഈ സസ്യത്തിനെ ക്രേപ്പ് ജിഞ്ചർ എന്ന പേരിലാണ് അറിയപ്പെടുക. നല്ല കരിമ്പച്ച നിറത്തിലുള്ള ഇലകൾ. ഇതിൻ്റെ കൃഷിരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണയായിട്ട് വിത്ത് കിഴങ്ങ് മുറിച്ച് നട്ടാണ്, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വിത്ത് കിഴങ്ങ് മുറിച്ച് നട്ടാണ് നമ്മളിത് വളർത്തുക. അതുകൂടാണ്ട് തണ്ട് മുറിച്ച് നട്ടും നോക്കവേ വളർത്തിയെടുക്കാം. ഇവയ്ക്ക് വളരെ ആവശ്യമായ സാഹചര്യങ്ങളെന്ന് പറയുന്നത് നല്ല ഈർപ്പമുള്ള സ്ഥലം, നല്ല സൂര്യപ്രകാശം, മണ്ണ് അല്ലെങ്കിൽ മണൽ, പിന്നെ കരിയിലപ്പൊടി, ഇതൊക്കെയാണ് ഈ ചെടിക്ക് വളരുവാൻ ആവശ്യമായ സ്ഥലങ്ങൾ. തൊട്ടരിയിൽ ഒരു കനാലുണ്ടായിരുന്നു. അവിടെ പച്ച പിടിച്ചിങ്ങനെ ഉച്ച നേരത്ത് നല്ല കരിമ്പച്ച നിറത്തിൽ പൂത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി എടുത്തതാണ്. നല്ല ഭംഗിയാണ്. ഇനി ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് പറയാം. പണ്ട് കാലങ്ങളിൽ ആനക്കൂവയുടെ ഇല അരച്ചു കുഴമ്പാക്കി നെറ്റിയിൽ, പനിയുള്ള ആൾക്കാരുടെ നെറ്റിയിൽ പനി കുറയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു, നെറ്റിയിൽ പുരട്ടിയിരുന്നു. അതേപോലെ തന്നെ ഈ സസ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വെള്ളത്തിൽ തിളപ്പിച്ച് കഷായമാക്കി അതിൽ പനിയുള്ള വ്യക്തിയെ കുളിപ്പിക്കുകയും പണ്ട് പതിവായിരുന്നു. ഇനി ഇവയുടെ കിഴങ്ങുകളിൽ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് സമൃദ്ധമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആനക്കൂവയുടെ കിഴങ്ങ് ഭക്ഷ്യയോഗ്യമാണ്. നാരുകളും വളരെ സമൃദ്ധമാണ്. അതുകൊണ്ട് തന്നെ ദഹനത്തിന് വളരെയധികം ഉപകാരപ്രദമാണ് ഈ സസ്യം. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇൻസുലിൻ പ്ലാന്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ ചികിത്സയിലും കരൾ രോഗ ചികിത്സയിലും ഈ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈർപ്പമുള്ള സ്ഥലത്താണ് വളരുക. ആ ചെടികളുടെ ഇലയുടെ പ്രത്യേകത നോക്കുക, വലിയ ഇലയാണ്, നല്ല കരിമ്പച്ച നിറത്തിലുള്ള വലിയ ഇലകൾ സ്പൈറൽ ആകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈർപ്പമുള്ള സ്ഥലത്താണ് ധാരാളമായിട്ട് വളരുക. നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. ഇന്തോനേഷ്യയിലെ ജനങ്ങൾ, ഇന്തോനേഷ്യയാണ് എൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞല്ലോ, ഇന്തോനേഷ്യയിലെ ജനങ്ങൾ ഈ സസ്യത്തിൻ്റെ തണ്ട് അവർ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ആനക്കൂവയെ അറിയുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.